ഡെയിലി ടൈം ടേബിൾ ഞാനിവിടെ 3 സമയമാണ് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. 9 മണി മുതൽ 10:30 വരെ, 12:45 മുതൽ 2:15 വരെ, 4:30 മുതൽ 6 മണി വരെ. ഞാൻ ബ്രാക്കറ്റിലൂടെ എഴുതിയിട്ടുണ്ട്. ഈ മണിക്കൂർ എന്തായാലും പഠിക്കണം, ഈ 4:30 മണിക്കൂർ എന്തായാലും പഠിക്കണം. എന്താണ് ഇതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് പരീക്ഷ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന 3 ഷിഫ്റ്റുകളിലെ ടൈമുകളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. 9 മണി തൊട്ട് 10:30 വരെ, 12:45 തൊട്ട് 2:15 വരെ, 4:30 തൊട്ട് 6 മണി വരെ. ഈ വീഡിയോ കാണുന്നതിൽ പലരും ജോലിക്ക് പോയിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം, അതല്ലാതെ ഫുൾ ടൈം ആയിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം, ചിലപ്പോൾ ജോലിയിൽ ലീവ് എടുത്ത് പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം. നിങ്ങൾ എങ്ങനെ പഠിക്കുന്നവരാണെങ്കിലും ഈ സമയം എൻഗേജ്ഡ് ആവാനായിട്ട് നോക്കുക. ഈ സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ ആക്ടിവിറ്റി മാക്സിമം ഫോക്കസ്ഡ് ആക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ബ്രെയിൻ അങ്ങനെ തന്നെ ട്യൂൺ ചെയ്യിക്കുക. ഇപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുന്ന, രാവും പകലും ഫുൾ ടൈം വീട്ടിലിരുന്ന് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങൾ നൈറ്റിൽ കൂടുതലിരുന്ന് പഠിക്കുന്നവരായിരിക്കാം, പകല് ചിലപ്പോൾ ലേറ്റ് ആയിട്ട് എണീക്കുന്നവരായിരിക്കാം. പക്ഷെ അതൊക്കെ ഇനിയുള്ള 30 ദിവസങ്ങൾ നിങ്ങൾ മാറ്റേണ്ട സമയം അതിക്രമിച്ചു. വേറെ ഒന്നുമല്ല, എക്സാംസ് ഈ സമയങ്ങളിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. 9 തൊട്ട് 10:30 വരെ, 12:45 തൊട്ട് 2:15 വരെ, 4:30 തൊട്ട് 6 മണി വരെ. ഈ സമയങ്ങളിൽ നിങ്ങളെ ബ്രെയിനെ ട്രെയിൻ ചെയ്യിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു കുട്ടി വീട്ടിലിരുന്ന് പഠിക്കുകയാണ്, അവൻ എല്ലാ ദിവസവും രാത്രിയാണ് കൂടുതൽ നേരം ഇരുന്ന് പഠിക്കുന്നത്. രാവിലെ എണീക്കുന്നത് തന്നെ 9 മണിക്കാണ്. നിങ്ങൾ ആദ്യത്തെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര മണിക്ക്? 9 മണിക്കാണ്. നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ മാർച്ച് 14 വരെ നിങ്ങൾ അങ്ങനെയാണ് പഠിക്കുന്നത്. മാർച്ച് 15 നിങ്ങൾ ഈ പറഞ്ഞ പോലെ റെസ്റ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രെയിൻ കയറുന്നു. മാർച്ച് 16 എക്സാം സെന്ററിൽ എത്തുന്നു. 9 മണിക്ക് നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഉറക്കപ്പിച്ചിൽ എഴുന്നേറ്റ് വരുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ തലച്ചോറ് അവിടെ പ്രവർത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അത് ആവർത്തിക്കരുത്. അതുപോലെ തന്നെ പലരും എന്ത് ചെയ്യുന്നു, ഉച്ചയ്ക്ക് 12:45 2:15 ഷിഫ്റ്റ്, പലരും ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയമാണ് ഈ 12:45 2:15 സമയം. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങളുടെ മുന്നിൽ മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും നേരത്തെ പറഞ്ഞ പോലെയുള്ള അപ്ലിക്കേഷൻ ലെവലിലോ ഇന്റർപ്രിട്ടേഷൻ ലെവലിലോ നമ്പർ ലോജിക്കൽ ലെവലിലോ ഒക്കെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളിരുന്ന് ഉറങ്ങിയിട്ട് എക്സാമിന് എന്ത് ചെയ്യരുത്, മാർക്ക് കളയരുത്. അപ്പം ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ബ്രെയിനിനെ പ്രാക്ടീസ് ചെയ്ത് ആ രീതിയിൽ നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക, സജ്ജരാക്കുക. അപ്പോൾ ഇത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ 10 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കണം. അതിൽ 4:30 മണിക്കൂർ ഈ 4:30 മണിക്കൂർ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കി 5:30 മണിക്കൂർ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് പഠിക്കാം, പ്രശ്നമുള്ള കേസല്ല. പക്ഷേ ഈ സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ ആക്ടിവിറ്റി മാക്സിമം പീക്കിലെത്തിക്കാനായിട്ടും ആ സമയങ്ങളിൽ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏത് ഷിഫ്റ്റിലാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതുകൂടെ നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കുക.